നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം ചൂടുപിടിക്കുമ്പോഴും പാകിസ്ഥാനിലെ ജനങ്ങൾ കടുത്ത ചൂട് കാരണം ഇപ്പോൾ നട്ടം തിരിയുകയാണ്. 50 ഡിഗ്രി സെൽഷ്യസോളം ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ അനുഭവപ്പെട്ടത്. ഒരുപക്ഷെ ചൂടിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ലോക റെക്കോർഡിടാൻ തന്നെയാണോ പോകുന്നതെന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവിടെ ഇത്രയധികം ചൂട് വർദ്ധിക്കാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങേയറ്റം ഈ ചൂടിൽ നട്ടം തിരിയുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാനിലെ സർക്കാരാകട്ടെ ഇതൊന്നും തന്നെ തടയാനുള്ള യാതൊരു തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനോ ജനങ്ങളെ സഹായിക്കാനോ ഒന്നുമുള്ള അവസ്ഥയിലുമല്ല ഇപ്പോഴുള്ളത്. പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും തന്നെ അവിടുത്തെ ഭരണാധികാരികൾ ബോധവാന്മാരല്ല. പകരം അവർ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ എങ്ങനെ യുദ്ധം ചെയ്യാം എന്നുള്ളതിൻ്റെ ചിന്തയിലാണ് എന്നാണ് പലരും കുറ്റപ്പെടുത്തുന്നത്. ഇത് പാകിസ്ഥാനിലെ മാത്രം കാര്യമല്ല, മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം വലിയ തോതിലുള്ള ദോഷങ്ങൾ വരുത്തി വയ്ക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു 50 വർഷം കൂടി കഴിയുമ്പോൾ ബ്രിട്ടനിലെ കാലാവസ്ഥയിലും ഇതുപോലെ കടുത്ത ചൂട് അനുഭവപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. 2022 ബ്രിട്ടനിലും കടുത്ത ചൂടാണ് അനുഭവപ്പെട്ടിരുന്നത്. അന്ന് ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിരുന്നു. ബ്രിട്ടീഷുകാർ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും കഠിനമായ ചൂടാണ് അന്ന് അനുഭവപ്പെട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 3000-ഓളം പേർ മരിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത്. ഇവിടെയും കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് പ്രശ്നമായിരിക്കുന്നത്. എന്നാൽ ബ്രിട്ടനിലെ സർക്കാരും ഇത് നേരിടാൻ യാതൊരു തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങളും നടത്തുന്നില്ല എന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള അതല്ലെങ്കിൽ മനുഷ്യാവകാശ സംഘടനകളും പരിസ്ഥിതി സംഘടനകളും എല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. ബ്രിട്ടനിലെ പുതിയ സർക്കാരിനോടും പലതവണ പരിസ്ഥിതി പ്രേമികൾ ഈ ഒരു അവസ്ഥ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. എങ്കിലും അവരാരും തന്നെ ഇതിന്മേൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും കടുത്ത ചൂട് കാരണം ബ്രിട്ടനിൽ ഓരോ വർഷവും ഒരു 11,000-ഓളം പേർ മരിക്കും എന്നാണ് കണക്ക്. മാത്രമല്ല ബ്രിട്ടൻ മറ്റൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് വലിയ ഹിമാനികളും മറ്റും അന്റാർട്ടിക്കയിൽ ഉരുകുന്നതിനെ തുടർന്ന് അവ നദിയിലേക്ക് എത്തി വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാനും അങ്ങനെ ബ്രിട്ടനിലെ പല നഗരങ്ങളെയും വെള്ളപ്പൊക്കം ദോഷകരമായി ബാധിക്കാനും സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യമായതുകൊണ്ടായിരിക്കാം സർക്കാരുകളൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്നാണ് പരിസ്ഥിതിവാദികൾ ചൂണ്ടിക്കാട്ടുന്നത്. പാകിസ്ഥാൻ, ഇറാൻ, ഇന്ത്യ, സൗദി അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലും മധ്യപൂർവേഷ്യയിലും ദക്ഷിണേഷ്യയിലും എല്ലാം തന്നെ അസാധാരണമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വെള്ളപ്പൊക്കം, ഉഷ്ണതരംഗങ്ങൾ, വരൾച്ച, കാട്ടുതീ തുടങ്ങിയ ഗുരുതരമായ കാലാവസ്ഥാ പ്രത്യാഘാതങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാനെ പോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾ മാത്രമല്ല, ബ്രിട്ടനെ പോലെയുള്ള സമ്പന്ന രാജ്യങ്ങൾ പോലും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ അവർ ഇപ്പോഴേ തയ്യാറായിരിക്കണം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ തന്നെ നൽകുന്ന മുന്നറിയിപ്പ്.